ഹായ് മക്കളെ, ക്ലാസ് 1 CBSE ബോർഡ് എക്സാമിനേഷന് ഒരു പ്രത്യേകതയുണ്ട്. ചില ടോപ്പിക്കിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻ റിപ്പീറ്റഡായി ചോദിക്കും. അങ്ങനെ ഒരു ടോപ്പിക്കായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. എല്ലാവരും ശ്രദ്ധിക്കുക. എന്താണ് ഒരു കപ്പാസിറ്ററിൻ്റെ ഇടയിൽ നമ്മൾ ഡൈലക്ട്രിക് മീഡിയം വെച്ച് കഴിഞ്ഞാൽ കപ്പാസിറ്റൻസ് ഇൻക്രീസ് ചെയ്യും. ആ ഡൈലക്ട്രിക് മീഡിയം പാർഷ്യലി ആണ് ഇൻസേർട്ട് ചെയ്യുന്നതെങ്കിലോ എന്താണ് അവിടെ കപ്പാസിറ്റൻസ് ഉണ്ടാകുന്ന മാറ്റം? അതിന് ഷോർട്ട് കട്ടോടെ ഞാൻ വന്നിരിക്കുന്നത്. ആ ഷോർട്ട് കട്ട് അത് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ട് ഒരു കപ്പാസിറ്ററാണ്. ആ കപ്പാസിറ്ററിനെ നമ്മൾ 3 സെക്ഷനിലായിട്ട് 3 ഡൈലക്ട്രിക് മീഡിയം വെച്ചിരിക്കുകയാണ്. ഓരോന്നിനും തിക്നെസ് നമുക്ക് തന്നിട്ടുണ്ട്. എഫക്റ്റീവ് കപ്പാസിറ്റൻസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? നമുക്ക് സിമ്പിളി നോക്കാം. C = വളരെ സിമ്പിൾ ഇക്വേഷനാണ്. ε0A ഏരിയ എല്ലായിടവും സെയിം ആണല്ലോ. ഇനി എന്താണ് തിക്നെസ്സിനാണ് മാറ്റം ഉണ്ടാകുന്നത്, ഡിസ്റ്റൻസിനാണ് മാറ്റം ഉണ്ടാകുന്നത്. അപ്പോൾ ആദ്യത്തെ തിക്നെസ് T1 ആയതുകൊണ്ട് T1 കൊടുക്കുക. എന്നിട്ട് അവിടുത്തെ ഡൈലക്ട്രിക് കോൺസ്റ്റൻ്റ് ആയ K1 ഇട്ട് കൊടുക്കുക. പ്ലസ് അടുത്ത തിക്നെസ് എടുക്കുക T2 കൊടുക്കുക. അവിടുത്തെ ഡൈലക്ട്രിക് കോൺസ്റ്റൻറ്റ് K2 ഇട്ട് കൊടുക്കുക. മൂന്നാമത്തത് T3 കൊടുക്കുക. അവിടുത്തെ ഡൈലക്ട്രിക് കോൺസ്റ്റൻറ്റ് K3 കൊടുക്കുക. അടിപൊളിയല്ലേ? സിമ്പിളായിട്ട് നമുക്ക് ഇക്വേഷനെ പറ്റി പഠിക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി ഡൈലക്ട്രിക് മീഡിയം ഇല്ല, അവിടെ എയർ ആണെങ്കിൽ നിങ്ങൾ Kയ്ക്ക് എന്തിട്ട് കൊടുത്താൽ മതി? 1 ഇട്ട് കൊടുത്താൽ മതി. K എന്ന് പറയുന്നത് റിലേറ്റീവ് പെർമിറ്റിവിറ്റി ആണ്. എയറിൻ്റെ റിലേറ്റീവ് പെർമിറ്റിവിറ്റി 1 ആണ് നമുക്കറിയാം. ഇനി ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കിയാൽ നമ്മുടെ ക്ലാസ്സിൽ CBSE പ്രീവിയസ് ഇയർ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഒരു കപ്പാസിറ്ററിൻ്റെ ഏരിയ എന്താണ്? A ആണ്. അതേപോലെ സെപ്പറേഷൻ ബിറ്റ്വീൻ ദ കപ്പാസിറ്റൻസ് D ആണ്. അപ്പോഴുള്ള അതിൻ്റെ കപ്പാസിറ്റൻസ് C0 ആണ്. അപ്പോൾ C0 എന്ന് പറയുന്നത് ε0 A/D ആണെന്ന് മനസ്സിലായി. എന്നിട്ടോ ഈ കപ്പാസിറ്ററിൻ്റെ ഇടയിലോട്ട് നമ്മളൊരു ഡൈലക്ട്രിക് മീഡിയം ഇൻസേർട്ട് ചെയ്യുന്നു. ആ ഡൈലക്ട്രിക് മീഡിയത്തിൻ്റെ തിക്നെസ് തന്നിട്ടുണ്ട് D/5 ആണ് ഡൈലക്ട്രിക് മീഡിയത്തിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത്. എങ്കിൽ പുതിയ കപ്പാസിറ്റൻസ് എന്തായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ആ ഫിഗർ ഒന്ന് നോക്കാം. നിങ്ങൾ കണ്ടോടാ, ഇത്രയും പോർഷനിലാണ് നമ്മൾ ഡൈലക്ട്രിക് മീഡിയം വെച്ചിരിക്കുന്നത്. അപ്പോൾ D/5 ആണ്. ബാക്കിയുള്ള പോർഷൻ എന്തായിരിക്കും? ടോട്ടൽ ഡിസ്റ്റൻസ് D ആണെങ്കിൽ ബാക്കിയുള്ളത് 4D/5 ആയിരിക്കത്തില്ലേ? ഇവിടെ എന്താ ഉള്ളത്? ആക്ച്വലി എയർ ആണുള്ളത്. അപ്പോൾ ഇവിടുത്തെ ഡൈലക്ട്രിക് കോൺസ്റ്റൻറ്റ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് K ആണ്. എയർ ആണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം K = എന്തായിരിക്കും മക്കളെ? അപ്പോൾ K1 പകരം നമ്മൾ K കൊടുത്തു. K2 പകരം നമുക്ക് എന്ത് കൊടുക്കാം? 1 കൊടുക്കാം. ഇനി നമ്മുടെ ഇക്വേഷനകത്തോട് നമ്മൾ എന്ത് ചെയ്യുക? ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ε0A T1 പകരം നമുക്ക് എന്ത് കൊടുക്കാം മക്കളെ? D/5. ആ D/5 ആണ് നിങ്ങൾ കാണുന്നത്. അതിൻ്റെ ഡൈലക്ട്രിക് കോൺസ്റ്റൻറ്റ് K ആണ്. അതേപോലെ തന്നെ T2 പകരം നമുക്ക് എന്ത് കൊടുക്കാം? 4D/5 കൊടുത്തു. അവിടുത്തെ ഡൈലക്ട്രിക് കോൺസ്റ്റൻറ്റ് എന്താണ്? 1 ആണ്. ഇത് നിങ്ങളൊന്ന് സോൾവ് ചെയ്തിട്ട് ഇതിൽ ഏത് ആൻസറാണ് കിട്ടുന്നതെന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇതേപോലെ കിടക്കാച്ചി ക്വസ്റ്റ്യനുമായിട്ട് ഇന്ന് രാത്രി 7 മണിക്ക് നമ്മൾ വരുന്നുണ്ട്. ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ കപ്പാസിറ്റി എന്ന് പറഞ്ഞ ചാപ്റ്ററാണ്. എല്ലാവരും ഉണ്ടായിരിക്കണം. നമുക്ക് ഉഷാറായിട്ട് എന്ത് ചെയ്യാം മക്കളെ? പഠിക്കാം.